കൃഷ്ണകുമാർ കാട്ടുനിലത്തിനെ ഇന്നത്തെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ. നമുക്കാദ്യം വന്ദനത്തോടുകൂടി തുടങ്ങാം. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോവിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. സ്കന്ദായ കാർത്തികേയായ പാർവതീനന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. ശരണം. സംപൂജ്യരായ ഗുരുജനങ്ങൾക്കും പ്രൗഢമായ സദസ്സിനും എല്ലാ സത്സംഗികൾക്കും സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ക്ഷേത്രസാരഥികൾക്കും പ്രത്യേകിച്ച് കാർത്തികേയൻ സാറിനും പിന്നെ എന്നെ ഇവിടെ എത്തിച്ച വിനയൻ ഗുരുക്കൾക്കും, അദ്ദേഹം എത്തിയിട്ടില്ല, വിനയൻ ഗുരുക്കൾക്കും ഓരോരുത്തരോടും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഗുരുസ്മരണയില്ലാതെ നമുക്ക് ഒരു കാലത്തും മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. അജ്ഞാന അന്ധകാരാവൃതമായ ലോകത്തിൽ ജ്ഞാനത്തിൻ്റെ ദീപം തെളിയിക്കുന്നതാണ് ഗുരു. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശ്ലാഘയാ ചക്ഷുരുന്മീലിതം യേന. എപ്പോഴെല്ലാമാണോ നമ്മൾ അന്ധകാരത്തിൻ്റെ തിമിരം ബാധിച്ചിരിക്കുമ്പോൾ അപ്പോൾ ജ്ഞാനത്തിൻ്റെ ദീപം തെളിയിക്കുന്ന ആ ഗുരുദേവന്, അദ്വൈത അമൃതം നമ്മളെ ഭുജിപ്പിച്ച അദ്വൈതാചാര്യനെ, കേരളീയ സമൂഹത്തെ വെളിച്ചത്തിലേക്ക് നയിച്ച, നവോത്ഥാനത്തിലേക്ക് നയിച്ച ഗുരുദേവന്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഈ രാമായണ സന്ധ്യയിൽ രാമായണ വിചാരം ആരംഭിക്കാം. രാമായണം ആമുഖങ്ങൾ ആവശ്യമില്ലാത്തൊരു ഗ്രന്ഥമാണ്. ലോകത്തെ ഇത്രയും കോരിത്തരിപ്പിച്ച കാവ്യഭംഗി കൊണ്ട് അത്ഭുതപ്പെടുത്തിയ മറ്റൊരു ഗ്രന്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. ലോകത്തിലെ കാവ്യ കുലാചലമാണെന്ന് നമുക്ക് രാമായണത്തെ കുറിച്ച് പറയാൻ പറ്റും. രാമായണം ലോകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള രാമായണം കാവ്യമായിട്ടും ഇതിഹാസമായിട്ടും പുരാണ പുരുഷന്റെ ചരിത്രമായിട്ടും എല്ലാം വിളങ്ങി നിൽക്കുന്നു. ഈ രാമായണത്തിന്റെ വിഷയം എന്താണ്? നമുക്ക് രാമായണ കഥ അറിയാത്തവരായി ആരുമുണ്ടാവില്ല. രാമായണം എന്ന് പറഞ്ഞാൽ, രാമായണം എന്ന് ചിലർ പറയുന്നു, രാ എന്ന് പറഞ്ഞാൽ ഇരുട്ടാണത്രേ. നമുക്കറിയാലോ, രാ എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. രാമായണം എന്ന് പറഞ്ഞാൽ ഇരുട്ട് മായണം. നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ കർമ്മ മേഖലകളിൽ, നമ്മളുടെ എല്ലാ മേഖലകളിലും, കർമ്മമേഖല മാത്രമല്ല നമ്മളെ സാമൂഹിക കുടുംബ എല്ലാ മേഖലകളുമുള്ള ഇരുട്ട് മാറണം. രാവണമാത്തര രാവണൻ. രാവണം എന്ന് പറഞ്ഞാൽ കട്ട പിടിച്ചു പോലെയുള്ള വൃക്ഷങ്ങൾ വളർന്നു വരുമ്പോൾ ആ വനത്തിലേക്ക് സൂര്യരശ്മി പോലും എത്തി നോക്കാൻ ഭയപ്പെടുമ്പോൾ അവിടെ ക്രൂരമായ ജന്തുക്കളുണ്ടാകും. അല്ലേ, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ആ ക്രൂരമായ ജന്തുക്കൾ വരുമ്പോൾ അവിടെ രാക്ഷസന്മാരുണ്ടാകും.
അങ്ങനെയുള്ള രാവണത്തിലേക്ക് ഋഷീശ്വരന്മാരും മനുഷ്യരുമെല്ലാം എത്തപ്പെടാൻ ഭയപ്പെടുമ്പോൾ അവിടെ ആ അരണ്യകാണ്ഡത്തിലേക്ക് രാമൻ കടന്നു വരുമ്പോൾ നമുക്ക് കാണാം അവിടെയെല്ലാം പ്രകാശോജ്വലമാകുന്നു. അങ്ങനെ മനസ്സാകുന്ന അരണ്യകാണ്ഡത്തിൽ ഈ വനം കട്ടപിടിക്കുമ്പോൾ, അവിടെ അജ്ഞാനം കട്ടപിടിക്കുമ്പോൾ, ക്രൂര ജന്തുക്കൾ, ക്രൂര ചിന്തകൾ, ഈ മനസ്സ് നമ്മളാണ് കേട്ടോ. നമ്മുടെ മനസ്സാകുന്ന അരണ്യകാണ്ഡത്തിൽ പ്രകാരം വനങ്ങൾ, ഈ വൃക്ഷങ്ങളെല്ലാം വന്ന് അന്ധകാരാവൃതമാകുമ്പോൾ, ധർമാധർമ്മങ്ങളെക്കുറിച്ച് തിരിച്ചറിയാതെ ആകുമ്പോൾ, അവിടേക്ക് രാമൻ കടന്നു വരുമ്പോൾ നോക്കൂ എത്ര മനോഹരമാണ് അരണ്യകാണ്ഡത്തിൽ രാമൻ. ഓരോ സ്ഥലവും പ്രകാശപൂരിതമായിട്ട് മാറുന്നു. രാമായണം എന്ന് ചിലർ പറയുന്നു. പിന്നെയോ രാമായണം എന്നാൽ രാമന്റെ അയനമാണെന്ന് ചിലരല്ല, രാമന്റെ അയനമാണ് രാമായണം. അയനം എന്ന് പറഞ്ഞാൽ രാമന്റെ യാത്ര, ഗതി, ലക്ഷ്യം, പല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ രാമന്റെ യാത്രയാണ്, ആളുകളെ പിന്തുടരുന്നതാണ് രാമായണം, രാമന്റെ കഥയായതുകൊണ്ട് തന്നെ. അപ്പോൾ രാമായണം രാമന്റെ അയനമാണ്. ഉജ്ജ്വലമായ കഥാമുഹൂർത്തങ്ങൾ കൊണ്ടും കാലാതീതമായ കഥാപാത്രങ്ങളെ കൊണ്ടും സമ്പന്നമാണ് രാമായണം. രാമായണം പൊതുവെ നമ്മൾ 7 ഖണ്ഡങ്ങളുണ്ടെങ്കിലും 6 ഖണ്ഡങ്ങളാണ് നമ്മൾ പൊതുവെ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം ദേവനിൽ നിന്നും വാനരിൽ നിന്നും വാനവർ അല്ലെങ്കിൽ ദേവനിലേക്കുള്ള യാത്രയാണ്. വാനരിൽ നിന്നും ദേവനിലേക്കുള്ള യാത്ര. ആരാണ് ഹനുമാൻ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥാപാത്രമാണ്. അഞ്ജനയുടെ നന്ദനൻ, കേസരീപുത്രൻ, വായുപുത്രൻ, സമീരണപുത്രൻ, വദാത്മജൻ, ഇനിയും എത്രയോ പേരുകളുണ്ട് ഹനുമാന്. ബാഹുബലി, ബജ്രംഗബലി, ശിവചൈതന്യം, എല്ലാം ഹനുമാൻ തന്നെയാണ്. ആ ഹനുമാൻ മാത്രമോ പറഞ്ഞാൽ തീരാത്തത്രം വിശേഷണങ്ങളാണ് രാമായണത്തിലെ ഹനുമാന്. ശ്രീരാമദൂതനാണ്, ശ്രീരാമദാസനാണ്. ശ്രീരാമന്റെ വാഹനമായിട്ട് 3 തവണയെങ്കിലും അധ്യാത്മ രാമായണത്തിൽ തന്റെ തോളിൽ ശ്രീരാമനെ എടുത്തുകൊണ്ടുപോകുന്ന ആ ഹനുമാനെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ രാമന്റെ ദാസനും ദൂതനും വാഹകനും. പിന്നെന്ത്? രാമഭക്തൻ. ഒരു ഭക്തനെ കാണിച്ചു തരാൻ പറഞ്ഞാൽ ഇന്ന് ലോകത്തില് ഹനുമാനെ പോലെ ഒരു ഭക്തനെ നമുക്ക് കാണിച്ച് കൊടുക്കുവാൻ പറ്റില്ല. തന്നെ സമർപ്പിച്ച ആ ഹനുമാന്റെ ഭക്തി അദ്വിതീയമാണ്. നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത് സുന്ദരകാന്ഡത്തിലെ ഹനുമാനാണ് അല്ലെ? കാരണം ഹനുമാൻ രാമായണത്തിലെ നേരത്തെ പറഞ്ഞ 6 കാണ്ഡങ്ങളിൽ ഒരു കാണ്ഡം കംപ്ലീറ്റ് ആയിട്ട് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയ ഒരു അത്യത്ഭുതകരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വാൽമീകി രാമായണത്തിൽ വാൽമീകി തന്റെ ഒരു അധ്യായം മുഴുവനായിട്ട് ആ ഹനുമാന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. രാമന്റെ കഥ പറയുന്ന ആ വാൽമീകി രാമായണത്തില് ഹനുമാൻ തന്റെ അത്ഭുത പ്രവർത്തികൾ കാണിക്കാൻ വേണ്ടി വാൽമീകി നൽകിയ അധ്യായത്തില് ഹനുമാൻ ഒരു ഹനുമായനം തീർക്കുന്നു നമുക്ക് കാഴ്ച കാണാൻ പറ്റും. ഹനുമാന്റെ യാത്ര ഒരു കോരിത്തരിപ്പില്ലാണ്ട്, ആ ഭക്തിയുടെ ഉന്നതമായ മൂർത്തിഭാവങ്ങളില്ലാതെ നമുക്ക് അവിടെ ഹനുമാനെ കാണാൻ പറ്റില്ല. എന്താണ് സുന്ദരകാന്ഡം? നമുക്ക് ഒന്ന് നോക്കാം. സുന്ദരകാന്ഡത്തെ കുറിച്ച് പറയുന്നത് സുദരതി ഇത് സുന്ദരം. ദരതി എന്ന് പറഞ്ഞാൽ ദുരിതങ്ങൾ തന്നെയാണ്. അപ്പൊ സു എന്ന് ചേർക്കുമ്പോൾ എല്ലാം നന്നായി, നല്ല ദുരിതങ്ങൾ അല്ലെ? അങ്ങനെയല്ലേ? സുമുഖി, സുദർശനം, സുലോചന എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം നല്ലതെന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ സു ദുരതി എന്ന് പറയുമ്പോൾ നല്ലതാകുന്ന ദുരിതങ്ങൾ എന്ന് പറഞ്ഞാൽ ദുരിതങ്ങളെല്ലാം മോശമാണല്ലേ? പക്ഷെ ദുരിതങ്ങളെ നല്ലതാക്കുന്ന ആ അനുഭവങ്ങൾ, അതാണ് നമുക്ക് സുന്ദരം. ഏതൊന്നാണോ നമ്മുടെ ദുഃഖങ്ങളെ, നമ്മളുടെ കഷ്ടപ്പാടുകളെ സുന്ദരമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ, കഷ്ടപ്പാടറിയാതെ, ദുഃഖങ്ങൾ അറിയാതെ നമ്മളെ ആരാണോ കൊണ്ടുപോകുന്നത് ആ നിമിഷങ്ങളെ സുന്ദരമെന്ന് പറയുന്നു. നമ്മളെ ലൗകികമായ അർത്ഥത്തിൽ സുന്ദരൻ എന്ന് പറഞ്ഞാൽ ദൂതൻ എന്നൊരർത്ഥം ഉണ്ടത്രേ. സുന്ദരദൂതൻ, ആകാരത്തിലല്ല സൗന്ദര്യം. ദൂതൻ മനസ്സുകൊണ്ട് നിർമ്മലൻ ആയിരിക്കണം ഇല്ലേ? കാരണം ഒരു കൂട്ടരെ പ്രതിനിധീകരിച്ചു പോകുന്നതാണ്. വാക്കുകൾ കൊണ്ട് മനോഹരമായിരിക്കണം ദൂതൻ. അപ്പോൾ ദൂതന് സുന്ദരൻ എന്നൊരു വാക്ക് കണ്ടു വാൽമീകി രാമായണത്തിന്റെ
ഒരു ഭാഷ്യത്തിൽ കണ്ടതാണ്. വള്ളത്തോളിൻ്റെ വാൽമീകി രാമായണത്തിലെ ഭാഷ്യത്തിൽ കണ്ടൊരു വാക്കുകളാണ്. ദൂതൻ എന്നാൽ ലൗകിക ഭാഷയിൽ സുന്ദരൻ. പിന്നെ മറ്റൊരർത്ഥം നഷ്ടാർത്ഥസ്യ പുനർലാഭേ സുന്ദരൈതി പരികീർത്തിത. ഒരു സാധനം നഷ്ടപ്പെട്ടു പോയാൽ, സമ്പത്ത് സമ്പത്ത് നഷ്ടപ്പെട്ടു പോയാൽ, പ്രിയപ്പെട്ടത് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അതിനെ പുനർലാഭ തിരിച്ചെടുക്കുന്നത് ഏതാണോ അത് സുന്ദര ഇതി പരികീർത്തിത, സുന്ദര ഇതി വദതി, സുന്ദര എന്ന് പറയപ്പെടുന്നു. അപ്പോൾ സുന്ദരകാന്ഡത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാം, നഷ്ടപ്പെട്ടു പോയ സുന്ദരിയായ സീതാദേവി ആ സങ്കടത്തോടെ ശിംശിബാവൃക്ഷ ചുവട്ടിലിരിക്കുമ്പോൾ ആദ്യമായിട്ട് ചെന്ന് കാണുന്നത് ഹനുമാനാണ്. ഒരു നിയോഗം പോലെ ദേവിയെ കാണാൻ പറ്റിയത്. മാത്രമല്ല സുന്ദരകാന്ഡത്തിൽ അല്ലെങ്കിൽ തന്നെ യുദ്ധകാന്ഡത്തിലെത്തുമ്പോൾ നമുക്ക് കാണാം, അവസാനമായിട്ടും രാവണന്റെ ശിംശിബാവൃക്ഷ ചുവട്ടിലിരിക്കുന്ന ദേവിയെ ചെന്ന് കണ്ട്, ദേവി യുദ്ധം കഴിഞ്ഞു, നമുക്ക് പോകാമെന്നല്ല, ഉടനെ തന്നെ രാക്ഷസ രാജാവായ വിഭീഷണന്റെ ആളുകൾ വന്ന് അങ്ങേ ആഘോഷപൂർവം, ഉപചാരപൂർവം, ആദരപൂർവം കൊണ്ടുപോകും എന്ന് പറയാനെത്തിയതും നമ്മുടെ സുന്ദര ഹനുമാൻ തന്നെയാണ്. അപ്പൊ ഈ സുന്ദര ഹനുമാന്റെ സുന്ദരമായ കഥയാണ് സുന്ദരകാന്ഡത്തിലൂടെ പോകുന്നത്. ഒന്ന് നോക്കിയാൽ രാമായണത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ മനോഹരമായ നമ്മളെ കോരിത്തെരിപ്പിക്കുന്ന കഥാസരിത്ത് ഒഴുകുന്നത് പോലും ഈ സുന്ദരകാന്ഡത്തിലൂടെയാണ്. ഒരു ഭക്തനെ എത്രയോ ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ് രാമചന്ദ്രൻ. നമുക്ക് കാണാം അല്ലേ, ഭാഗവത്തിലായാലും ഇതുപോലത്തെ ഉജ്ജ്വലമായ മുഹൂർത്തങ്ങൾ കാണാൻ പറ്റും. സത്യം വിധാതും മമ വൃത്യഭാഷിതം എന്ന് പറഞ്ഞുകൊണ്ട് നരസിംഹാവതാരത്തിലെ വാക്കുകൾ കാണാം. തൻ്റെ ഭൃത്യന്റെ വാക്കുകളെ സത്യമാക്കാൻ വേണ്ടി അവതരിച്ചു. തൂണിൽ നിന്നും തുരുമ്പിൽ നിന്നും അവതരിക്കുന്ന ഭഗവാനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സുന്ദരകാന്ഡത്തിലെ ഹനുമാൻ ഒരു അത്യത്ഭുത അനുവാചക ഹൃദയങ്ങളെ, വായനക്കാരെയെല്ലാം ഉന്നതമായൊരു തലത്തിലേക്ക്, ഭക്തിയുടെ തലത്തിലേക്ക്, ജ്ഞാനത്തിന്റെ തലത്തിലേക്ക്, വിനയത്തിന്റെ തലത്തിലേക്ക്, എത്രയെത്ര തലങ്ങളിലേക്കാണ്, ശക്തിയുടെ തലങ്ങളിലേക്ക്, ദുഃഖത്തിൽ നിന്നും കൈപിടിച്ച് ആനയിക്കുന്ന മുഹൂർത്തങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വാനരിൽ നിന്നും വാനവരിലേക്ക്, അഥവാ ദേവനിലേക്കുള്ള കഥയാണ് നമ്മൾ ഇന്ന് മനനം ചെയ്യാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും രാമായണത്തിൽ അറിയാം എന്തായിരുന്നു. രാമായണത്തില് ദശരഥ പുത്രൻ ദശരഥന്റെയും കൗസല്യാദേവിയുടെയും പുത്രനായിട്ട് അവതരിക്കുന്നു. എന്തായിരുന്നു കാരണം? ആതിഥേയന്മാർ കവികളായി ജനിക്കണമെന്ന് അല്ലേ. ഒരിക്കൽ ദേവന്മാരെല്ലാം വന്ന് പറഞ്ഞു, അല്ലയോ മഹാവിഷ്ണു, ബ്രഹ്മാവിനെ കൂട്ടിക്കൊണ്ടുപോയത്, അല്ലയോ വിഷ്ണു, ഭൂഭാരം വളരെ വർദ്ധിച്ചിരിക്കുന്നു. രാവണൻ എന്നുള്ള രാക്ഷസനാൽ ഭൂമിക്ക് താങ്ങാൻ പറ്റാത്ത ഭാരമായിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് അവതരിക്കണം. അതിനെന്താ, ഞാൻ അവതരിക്കാമല്ലോ. പക്ഷേ ആതിഥേയന്മാർ കവികളായി ജനിക്കണം, മേദിനി ദേവിക്കുണ്ടായ ആ ഭാരത്തെ തീർക്കുവാൻ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. അല്ലയോ ദേവന്മാരെ, നിങ്ങളെല്ലാവരും ആതിഥേയന്മാർ എന്ന് പറഞ്ഞാൽ അറിയാലോ, അതിഥികളുടെ പുത്രന്മാർ, ദേവന്മാർ, നിങ്ങളെല്ലാം ദേവന്മാരായിട്ട് ജനിക്കണം. അപ്പോൾ ഹനുമാൻ ജന്മനാ തന്നെ ഒരു ദേവനാണ്. പക്ഷെ നമ്മൾ കാണുന്ന ഹനുമാൻ ഒരു വാനരനാണ്. വാനരൻ അല്ലെ, വാൽ ഉള്ള നരൻ എന്ന് ഒരു ഭാഷ്യം. ഡാർവിന്റെ സിദ്ധാന്തം അനുസരിച്ചാണെങ്കിൽ നമ്മളുടെ പൂർവികരാണ്, ചില്ലറക്കാരല്ല അല്ലെ. നമ്മളെല്ലാം ഉണ്ടായത് വാനരിൽ നിന്നാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത്. അപ്പോൾ വാൽ ഉള്ള നരൻ, വാൽ ഇല്ലാത്ത നരൻ. പക്ഷെ ഇന്ന് പലരും മനുഷ്യരെ നോക്കിയാൽ തന്നെ വാൽ ഉള്ള നരന്മാരെക്കാൾ മോശമാണെന്ന് കാണാം നമുക്ക് പലപ്പോഴും അല്ലെ, ഈ വാൽ ഇല്ലാത്ത നരന്മാര്. അപ്പോ ഇവിടെ കാണുന്നത് ശ്രീരാമചന്ദ്രൻ ഭൂമിയിൽ അവതരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ശംഖചക്രഗദാധാരികളും അനന്തനായ ലക്ഷ്മണനും എല്ലാം അവതരിച്ചു. പിന്നെ എന്താ സംഭവിച്ചെന്ന് നമുക്ക് നോക്കാം. അവിടെ നിന്ന് നമുക്ക് വീണ്ടും രാമായണത്തെ അനുസ്മരിക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ സുന്ദരകാന്ഡം ആരംഭിക്കുന്നതിലേക്ക് പോകാം. നമുക്ക് സുന്ദരകാന്ഡം ആരംഭിക്കുമ്പോൾ നമ്മളെല്ലാവരും സ്ഥിരം വായിക്കുന്നവരാണ്, നമുക്കറിയാം പാർവതീ ദേവിയാണ്.
പാർവതി ദേവിയോടാണ് പരമേശ്വരൻ കഥ പറയുന്നത് അല്ലേ? സുന്ദരകാന്ഡം എങ്ങനെ ആരംഭിക്കുന്ന? കഥയ മമ കഥയ മമ കഥകളതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര. കാകുൽസ്ഥൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമചന്ദ്രൻ. കാകുൽസ്ഥൻ എന്ന് പറഞ്ഞ ഒരു രാജാവിൻ്റെ പരമ്പരയിൽപ്പെട്ടതുകൊണ്ട് കാകുൽസ്ഥൻ എന്ന് രാമന് പേര്. രഘു വംശത്തിലുള്ളത് കൊണ്ട് രഘുരാമൻ എന്ന പേര്. സൂര്യവംശത്തിലുള്ളതുകൊണ്ട് സൂര്യതിലകൻ എന്ന് രാമന് പേര്. അങ്ങനെ അർക്കകുലത്തിലും സൂര്യകുലത്തിലും അനേകമനെ ഇക്ഷാകവംശത്തിൽ ജനിച്ചതാണ് ശ്രീരാമചന്ദ്രൻ. ഏതൊക്കെ രാജാക്കന്മാര് പ്രശസ്തമാകുമോ അവരെല്ലാം പേരിൽ ആ വംശമറിയും നമുക്കറിയാം. അങ്ങനെ അനേകം പ്രശസ്തരായിട്ടുള്ള രാജാക്കന്മാര് ജനിച്ച ആ ഇക്ഷാകവംശത്തില് കാകുൽസ്ഥന്റെ വംശത്തില് ജനിച്ച ആ രാമൻ ആമിഷഭോജികളെ വധിക്കാനായിട്ട് അല്ലേ വേധാവ് അഭ്യർത്ഥിച്ചത് കാരണം ഈ ഭൂമിയിൽ വന്ന് അവതരിച്ചു. അപ്പോൾ ദേവി പറയുന്നു, ആ രാമന്റെ കഥ പറയൂ, കഥയമമ്മ കഥകളതിസാദരം. 5 അധ്യായങ്ങൾ കഴിഞ്ഞു. പരമശിവൻ പറഞ്ഞു, ദേവി ഞാൻ പറയാം, പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കുരങ്ങന്റെ കഥയാണ്. അത്ഭുത സിദ്ധികളുള്ള എല്ലാവരെയും അല്ലെ അത്ഭുതപ്പെടുത്തുന്ന ആ കുരങ്ങന്റെ കഥ. ഈച്ച പോലും കടക്കില്ല എന്ന് വീമ്പ് മുളക്കിയിരുന്ന, വീമ്പ് പറഞ്ഞിരുന്ന ആ ലങ്കയിലേക്ക് ഏകനായി കടന്നു ചെന്ന് അത്ഭുതങ്ങൾ കാണിച്ച ഒരു വാനരന്റെ കഥ ഞാൻ പറയാം. അവിടെ ചെന്ന് സീതാദേവി ആദ്യമായിട്ട് കണ്ട് രാമൻ കൊടുത്തയച്ച ആ അങ്കുലീയവും രാമനാമാങ്കിതമായ അങ്കുലീയവും അടയാളവാക്കും പറഞ്ഞ് ലങ്കയെ ചുട്ടരിച്ച് ലങ്കയുടെ സൈന്യത്തിലെ 4-1 തകർത്തെറിഞ്ഞ് രാവണന്റെ മുമ്പിൽ ചെന്ന് രാമമഹാത്മ്യത്തിന്റെ പ്രഭാഷണം, ഒരു സപ്താഹം എന്നൊക്കെ പറയാം, രാമന്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഒരു പ്രഭാഷണം നടത്തി. നീ ഒന്നുമല്ല രാവണ, നിന്നെപ്പോലുള്ളൊരു 1000 രാവണന്മാർ വന്നാൽ പോലും നിന്നെപ്പോലൊരു 1000 രാവണന്മാർ വന്നാൽ പോലും ഈ രാമൻ നിഷ്പ്രയാസം നേരിടും. മാനുഷനല്ല രാമൻ, മനുഷ്യനല്ല, അവൻ അജനാണ്, അവ്യയനാണ്, അചിന്ത്യനാണ്, അമേയനാണ്, അപരിമേയാത്മനാണ്. ആ രാമനോട് നീ എന്തിനായി എതിർക്കുന്നത്? അതുകൊണ്ട് രാവണ തിരിച്ചുവിടു, ദൂതനായിട്ടാണ് വന്ന സുന്ദരദൂതൻ, അതുകൊണ്ട് സീതാദേവിയെ തിരിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞ് അത് കേൾക്കാതിരുന്നപ്പോൾ ഹനുമാനെ ശിക്ഷിക്കാനെന്ന പോലെ ഹനുമാന്റെ വായിൽ തീ കൊളുത്തുകയും ലങ്കാ നഗരത്തെ ചുട്ടരിച്ച ആ ഹനുമാന്റെ കഥ ഞാൻ അങ്ങയോട് പറയാം. അപ്പോൾ ആദ്യമായിട്ട് ഹനുമാൻ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സുന്ദരകാന്ഡത്തിലല്ല, കിഷ്കിന്ധാകാന്ഡത്തിലാണ് ആദ്യമായിട്ട് ഹനുമാൻ വരുന്നത്. കിഷ്കിന്ധാകാന്ഡത്തിൽ ഉദിച്ച് സുന്ദരകാന്ഡത്തിലൂടെ ഒരു തേർവാഴ്ച നടത്തി, നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ ആറാട്ട് അല്ലെ, ഹനുമാന്റെ ആറാട്ടായിരുന്നു ആ സുന്ദരകാന്ഡത്തില്. അങ്ങനെ സുന്ദരകാന്ഡത്തിലൂടെ അവസാനം യുദ്ധകാന്ഡത്തിലെത്തി വീണ്ടും അത്ഭുതകരമായ ക്ഷപാദ്രി പറിച്ചു കൊണ്ടുവരുന്ന അത്ഭുതകരമായ കൃത്യങ്ങളിലൂടെ അമ്പരിപ്പിച്ച ആ ഹനുമാന്റെ കഥ ഞാൻ പറയാം. അപ്പോൾ കിഷ്കിന്ധാകാന്ഡത്തിൽ എങ്ങനെയാണ്? കിഷ്കിന്ധാകാന്ഡത്തിൽ ആദ്യം തന്നെ ഹനുമാൻ കടന്നു വരുന്നത് ഒരു വടിരൂപത്തിൽ, വേഷപ്രച്ഛന്നൻ, ഡിറ്റക്റ്റീവായിട്ടാണ് അല്ലേ. സുഗ്രീവൻ പറഞ്ഞതനുസരിച്ച് സുഗ്രീവൻ ഒരു മിനിറ്റ് കേട്ടോ, ടൈമർ വെച്ചൊക്കെ ഒന്ന് പറഞ്ഞേച്ചാൽ മതി കേട്ടോ, ടൈം ആകുമ്പോൾ 8 മണിയാകുമ്പോൾ. സുഗ്രീവൻ പറഞ്ഞതനുസരിച്ച് ശ്രീരാമചന്ദ്രന്മാരുടെ അടുത്തേക്ക് കിഷ്കിന്ധാകാന്ഡത്തിൽ വരുന്ന ഹനുമാനെ നമുക്ക് കാണാം. ആദ്യം തന്നെ ശ്രീരാമചന്ദ്രൻ ഈ ഹനുമാനെ കണ്ടിട്ട് പറയുന്നത്, പശ്യ ലക്ഷ്മണം പശ്യ വടു അല്ലേ, ഒരു വടുരൂപത്തിലാണ്. പശ്യസഖേ വടുരൂപിണം ലക്ഷ്മണ, ഇതാ നോക്കൂ ലക്ഷ്മണ, ഇത് ആരാണ് വരുന്നെന്ന് നോക്കുന്നോ, കാണുന്നുണ്ടോ? ഇവൻ ഒരു ബ്രഹ്മചാരിയാണ്, വൈയാകരനായ, പാണ്ഡിത്യമുള്ള. കാരണം കണ്ടിട്ട് ഹനുമാൻ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ദൈവം തന്നെയായ രാമന് എന്താ സംഭവം അല്ലേ, അറിയാൻ പാടില്ലാത്തത് അവന്റെ നടപ്പും അവന്റെ ഭാവങ്ങളും കണ്ടപ്പോൾ തന്നെ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഇവനൊരു വടുവാണ്, ബ്രഹ്മചാരിയാണ്, അറിവുള്ളവനാണ്. ആ നിമിഷത്തിൽ തന്നെ ഹനുമാൻ രാമനെ കണ്ട നിമിഷത്തിൽ തന്നെ ആ രാമനെ തന്റെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചു. രാമമാനസം കട്ടെടുത്തു ഹനുമാൻ എന്ന് പറയുന്നു. രാമനെ തന്റെ ഹൃദയത്തിൽ ആവാഹിച്ച ശേഷം പിന്നെ നാം കാണുന്നത് രാമനെ തന്റെ ലക്ഷ്മണനെയും തോളിലെടുത്തിക്കൊണ്ട് സുഗ്രീവന്റെ അടുത്തേക്ക് പോകുന്നതാണ്.
അതിനുശേഷം പിന്നെ നമുക്കെല്ലാവർക്കും കഥയറിയാം. ആ മായാനാടകത്തിലെ മായാ പുരുഷനായിട്ട് ഉള്ള രാമന്റെ അവതാരങ്ങൾ ഒരിക്കൽ ഒരു സ്ഥലത്ത് വാനരന്മാർ ദേവന്മാരായ വാനരന്മാർ, മറുവശത്തോ നരരൂപത്തിലെത്തിയ ദേവാദിദേവൻ. ഇവരുടെ കഥയാണ് സുന്ദരകാന്ഡത്തിൽ മനോഹരമായി വിവരിക്കുന്നത്. ഈ രാമന്റെ കഥ നമുക്കറിയാം. ഒരിക്കൽ സീതാദേവിയെ കട്ടുകൊണ്ടുപോകുന്നു. ജടായു ഒന്ന് തടയുന്നു. ജടായുവിനെ കൊന്ന് സീതാദേവി, അതിനു മുമ്പ് മാരീചൻ വരുന്നുണ്ട്. മാനായിട്ട് മാരീചൻ കടന്നു വരുന്നുണ്ട്. അപ്പോൾ സീതാദേവിയെ കട്ടുകൊണ്ടുപോയ വൃത്താന്തം പറഞ്ഞ് ദുഃഖിതനായിട്ട് പോകുമ്പോൾ വാനരന്മാരെ കാണുന്നു, ഹനുമാനെ കാണുന്നു. അവർ തമ്മിലുള്ള സഖ്യമനുസരിച്ച് ബാലിയെ കൊല്ലണം. ബാലിയെ കൊന്നു. ഹനുമാനും മറ്റുള്ള അനേകം പ്രശസ്തരും മൈന്ദൻ, വിവിധൻ, സുഷേണൻ, നീളൻ, ഗജൻ, ഗവയൻ, അനേകം പേരുണ്ട്. പിന്നെ അതിൽ ഹനുമാനുണ്ട്, ജാമ്പുവാനുണ്ട്, അംഗദനുണ്ട്. അംഗദൻ എന്ന് പറഞ്ഞാൽ സുഗ്രീവന്റെ പുത്രനാണ്, സൂര്യപുത്രനായ സുഗ്രീവന്റെ പുത്രൻ. പിന്നെയോ അഗ്നിയുടെ പുത്രനായ നീലൻ. അങ്ങനെ അനേകം വളരെ ശക്തമായ കഥാപാത്രങ്ങളാണ് ദക്ഷിണ തീരത്തേക്ക് പോകുന്നത്. ദക്ഷിണ തീരത്തേക്ക് അവർ നടക്കുമ്പോഴും വളരെ ഉദ്വേഗജനകമായ കഥകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ദക്ഷിണ തീരത്തെത്തിയ ആ ഹനുമാനും ജാമ്പുവാനും അടങ്ങുന്ന സംഘം വളരെ വിഷമത്തോടെ സമ്പാദിയിൽ നിന്ന് അവരറിഞ്ഞു സീതാദേവി കടലിനക്കരെ ലങ്കയില് ശിംശുഭ വൃക്ഷച്ചുവട്ടില് ദുഃഖിതയായി സങ്കടപ്പെട്ട് കരഞ്ഞ് രാമനെയും പ്രതീക്ഷിച്ച് രാമരാമൻ ജപിച്ച് കാത്തിരിക്കുകയാണ്. സീതാദേവിയുടെ അടുത്തേക്ക് എത്തണം. അതിന് ഉള്ള ഭാഗ്യം കിട്ടിയത്, നിയോഗം കിട്ടിയത് നമ്മൾക്കാണ്. പക്ഷേ ആര് ചാടും സമുദ്രത്തിനക്കരയ്ക്ക്? ഓരോരുത്തരായിട്ട് പറഞ്ഞു, ഞാൻ 10 യോജന ചാടാം. 20 ചിലർ, 30, 40, 50 പോരല്ലോ, 100 ആകാമെന്ന് അങ്കദൻ പറയുന്നു. സെഞ്ചുറി അടിക്കാം, പക്ഷേ നമുക്ക് വേണ്ട ഡബിൾ സെഞ്ചുറിയാണെന്ന് ജാമ്പവാൻ. തിരിച്ച് ഇങ്ങോട്ടും ചാടണം. അങ്കദനാണ് പറഞ്ഞ 100 ചാടാം, അങ്ങോട്ടെത്താം, പക്ഷെ എനിക്ക് തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്കദനോ മറ്റുള്ളവരോ ആണ് ചാടിയിരുന്നെങ്കിലത്തെ അവസ്ഥ എന്താകുമായിരുന്നു ഇല്ലേ? ആ ചൂടാരത്നവും എല്ലാം നഷ്ടപ്പെട്ടു പോയതിന്. പക്ഷേ രാമൻ ചൂടാരത്നം കൊടുത്തത് ഹനുമാന്റെ കയ്യിലായിരുന്നു. പക്ഷേ അവിടെ എന്താ സംഭവിച്ചത്? ആ ജഗൽപ്രാണനന്ദനൻ ഒരു സ്ഥലത്ത് മാറി ഏകാന്തമായിട്ട് ഇരിക്കുന്നു. ജാമ്പവാൻ നോക്കുമ്പോൾ ഏതോ തകർന്നടിഞ്ഞ ചരിത്ര സ്മാരകം പോലെ, അതിൻ്റെ അവശിഷ്ടങ്ങൾ പോലെ ഹനുമാൻ തലയും കുനിച്ച് ആലോചനയിലാണ്. എന്താ ചെയ്യുക? ജാമ്പവാൻ വിളിച്ചു, അല്ലയോ ഹനുമാനെ, നിനക്ക് അറിയില്ലേ നിന്റെ ശക്തിവേഗങ്ങളെക്കുറിച്ച്? നിന്റെ ചരിത്രം മറന്നുപോയിരിക്കുന്നു. നീ ആരാണെന്നറിയുമോ? ജനിച്ച ഉടനെ തന്നെ സൂര്യനെ കണ്ട് 500 യോജന ചാടിയ മഹാവ്യക്തിയാണ് നീ പ്രാണനന്ദനാണ്. നീ പ്രളയകാലത്ത് പോലും മരിക്കാത്ത ചിരഞ്ജീവിയാണ്. ഈ വാനര സംഘത്തിന്റെ ധ്വജസ്തംഭമാണ് നീ. എന്തേ നിനക്ക് പറ്റിയത്? തന്റെ ചരിത്രം മറന്നുപോയ, തന്റെ ഭൂതകാലം മറന്നുപോയ, തന്റെ വീരപരാക്രമങ്ങൾ മറന്നുപോയ ആ ഹനുമാനോട് പറഞ്ഞു, നിൻ കയ്യിലല്ലയോ തന്നിത് മാരുതി, നിൻ കയ്യിലല്ലയോ തന്നിത് രാഘവൻ. ഹേ മാരുതി, മറന്നുപോയോ രാഘവൻ? നിനക്കെന്തിനാണ് ആ അങ്കുലീയം തന്നത്? കാരണം രാഘവനറിയാം ഇത് നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഉണരൂ, ഉത്തിഷ്ഠ നരശാർദൂല ലംഘയസ്വ മഹാർണവം പരാഹി സർവജീവാനാം ഹനുമാൻ സർവദ. നിനക്ക് മാത്രമേ പറ്റുകയുള്ളൂ. എണീക്കൂ, ഉയരൂ. രാമായണം അങ്ങനെ ഒരു ഉണർത്ത് പാട്ടുകൂടി മാറുകയാണ്. ഗീതയിലൊക്കെ നമുക്കറിയാം അർജുനോട് ഉത്തിഷ്ഠ അല്ലെ ക്ലൈബ്യം മാസ്മഗമപ്പാർത്ഥ നൈതത്യോ ഗദ്യത ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തവ. ഉണർത്തുപാട്ട് അജ്ഞാനത്തിന്റെ കൂരിരുട്ടിൽ മയങ്ങിക്കിടക്കുമ്പോൾ ഇതുപോലുള്ള ദിവ്യന്മാർ നമ്മളുടെ അടുത്ത് വന്ന് പറയും, എണീക്കൂ, ഉത്തിഷ്ഠ പ്രാപ്യവരാൻ നിബോധിത. കഠോപനിഷത്തിൽ പറയുന്നുണ്ട്. എത്രയോ തവണ രാമായണത്തിൽ കാണാം. ആ രത്നാകരൻ തന്നെ, പിടിച്ചുപോയിക്കാരനായ രത്നാകരൻ ആ സപ്തർഷികളുടെ മുമ്പിലേക്ക് വീഴുമ്പോഴും അവരും പറയുന്നു, ഉത്തിഷ്ഠ സതതം,
ഹേ ഉത്തിഷ്ഠ, എണീക്കൂ, കർമ്മങ്ങൾ ചെയ്യൂ, കൗസല്യാ സുപ്രജാരാമ, നമ്മളെന്നും കേൾക്കുന്നതാണ് അല്ലേ. ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്യം. അപ്പോൾ രാമായണവും ഗീതയുമൊന്നും വെറും കാവ്യങ്ങൾ മാത്രമല്ല, മനുഷ്യനെ ദുഃഖിച്ചിരിക്കുമ്പോൾ, തകർന്നടിഞ്ഞിരിക്കുമ്പോൾ, വിഷാദഗ്രസ്തനായിട്ടിരിക്കുമ്പോൾ കൈപിടിച്ചുയർത്തുന്ന മഹത് ഗ്രന്ഥങ്ങളാണ്. അത് അറിയേണ്ട പോലെ വായിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഹനുമാൻ ജാംബവാന്റെ വാക്കുകൾ കേട്ട ഹനുമാനിലേക്ക് ആത്മബോധം ഇരച്ചു കയറി അല്ലേ. ഹനുമാന് തോന്നി, ഹനുമാൻ പറഞ്ഞു, ഇത് 100 യോജനയല്ല, ഞാൻ വേണമെങ്കിൽ 1000 വട്ടം ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കാനുള്ള ശക്തി എനിക്കുന്നുണ്ട്. ഞാൻ തിരിച്ചറിയുന്നു, എൻ്റെ ഉള്ളിലെ ശക്തി ഞാൻ അറിയുന്നു. ഇതാ ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു ലങ്കയിലേക്ക്. കയ്യിൽ രാമനാമാങ്കിതമായ മോതിരവും, ചുണ്ടിൽ രാമമന്ത്രവും, ഹൃദയത്തിൽ ആ സ്വർണവിഗ്രഹമായ രാമനെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ മഹേന്ദ്രഗിരിയിലേക്ക് നടക്കുന്ന ഹനുമാനെ രാമായണം വർണ്ണിക്കുന്നുണ്ട്. വാൽമീകി രാമായണം ഓരോ കാൽപ്പാടിലും ഭൂമി കുലുങ്ങുന്നു. എപ്രകാരമെന്ന് വെച്ചാൽ, വാമനാവതാരത്തിൽ ആ കൊച്ചുകുട്ടി വാമനൻ നർമ്മദാതീരത്ത് ഭൃഗുകച്ഛപത്തില് യാഗം നടത്തുന്ന മഹാബലിയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ ഓരോ കാൽവയ്പിലും, ആ കൊച്ചുകുട്ടിയുടെ ഓരോ കാൽവയ്പിലും ഭൂമി കുലുങ്ങിനാണ് ഭാഗവതം പറയുന്നത്. അതുപോലെ തന്നെ ഈ രാമാവതാരത്തില് രാമന്റെ ദൂതനായ, രാമന്റെ ഭക്തനായ, രാമന്റെ ഹൃദയമാനസ ചോരനായ ആ ഹനുമാൻ മഹേന്ദ്രഗിരിയിലേക്ക് നടന്നപ്പോൾ പർവ്വതങ്ങൾ ആടിയൊലിഞ്ഞു അത്രേ. ആ വൃക്ഷങ്ങൾ, പർവ്വത സാനുക്കളുണ്ടായിരുന്ന വൃക്ഷങ്ങളെല്ലാം തകർന്നു വീണു. ആ കുലുക്കത്തിൽ അതിലുണ്ടായിരുന്ന പക്ഷിമൃഗാദികളെല്ലാം ഭയന്ന് പക്ഷികൾ പറന്നുപോയി, മൃഗങ്ങളെല്ലാം ഓടിപ്പോയി. അതിൽ താമസിച്ചിരുന്ന ദേവഗന്ധർവ അപ്സരസുകള്, അതെന്താ അവരിവിടെ താമസിക്കുന്നതെന്ന് ചോദിക്കും അല്ലേ. അവര് താമസിക്കുന്നത് ഗന്ധർവ ലോകത്തും ദേവലോകത്തും അപ്സര ലോകത്തും അല്ലേ, പിന്നെ അവരെങ്ങനെ ഓടിപ്പോകുന്നത്? അവരെല്ലാം വേഷപ്രച്ഛന്നരായിട്ട് അല്ലെ, നമുക്കവരെ കാണാൻ പറ്റില്ല. അവരെല്ലാം ഭൂമിയില് നമ്മളെ ടൂറ് പോവാറില്ലേ, അതുപോലെ അവർ പലപ്പോഴും വന്ന് താമസിക്കും. ഒരു പക്ഷേ ശ്രീരാമചന്ദ്രദേവൻ വരുന്നത് അറിഞ്ഞിട്ടാണെങ്കിലോ. അപ്പോൾ അവരെല്ലാം ഈ എന്തോ ഭൂമി കുലുങ്ങുന്ന പോലുള്ള അനുഭവം ഉണ്ടായപ്പോൾ അവരെല്ലാം അതെല്ലാം വിട്ട് അവരുടെ സ്വലോകത്തേക്ക് മടങ്ങിപ്പോകുന്നു. ഹനുമാൻ തൻ്റെ പൂർണ്ണ രൂപം എടുത്തുകൊണ്ട് ആ ആകാശത്തേക്ക് ചാടുന്ന രൂപവും വാൽമീകി വർണ്ണിക്കുന്നുണ്ട്. ഹനുമാനോടൊപ്പം തന്നെ വൃക്ഷലതാദികളും പർവ്വതത്തിൻ്റെ ഒരു ഭാഗം തന്നെ ഉയർന്നു പൊങ്ങിയത്രേ. എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടിട്ടുണ്ട്, രാമൻ കാട്ടിലേക്ക് പോകുമ്പോൾ അയോധ്യവാസികളൊക്കെ കൂടെ പോവില്ലേ, ബന്ധുക്കളും ഭക്തന്മാരുമായിട്ടുള്ള എല്ലാവരും കൂടെ പോകും. അതുപോലെ മൃഗമായ ശാഖാമൃഗം എന്ന് പറഞ്ഞാൽ എന്താണ്? വൃക്ഷങ്ങളിൽ ജീവിക്കുന്ന, ശാഖയിൽ ജീവിക്കുന്ന, വൃക്ഷശാഖകളിൽ ജീവിക്കുന്ന ആ ഹനുമാൻ ചാടിയപ്പോൾ, തൻ്റെ ബന്ധുവായ ഹനുമാൻ ചാടിയപ്പോൾ ഞങ്ങളും കൂടെ പോകണ്ടേ, ശ്രീരാമചന്ദ്രനെ അനുഗമിച്ച അയോധ്യവാസികളെ പോലെ നമുക്കും പോകാമെന്ന് പറയുന്ന പോലെ കവി ഭാവനയാണ് കേട്ടോ. വൃക്ഷങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടല്ല, എല്ലാവരും കൂടി ഹനുമാനോടൊപ്പം പറന്നുയർന്നു. ആ വൃക്ഷങ്ങളിലുണ്ടായിരുന്ന പൂക്കളും എല്ലാം വിവിധ തരത്തിലുള്ള, വിവിധ നിറങ്ങളിലുള്ള പൂക്കളെല്ലാം സമുദ്രത്തിൽ വീണപ്പോൾ ആ സമുദ്രം തന്നെ മറ്റൊരു ആകാശം. എങ്ങനെയുള്ള ആകാശം? നാനാവിധ വർണ്ണങ്ങളുള്ള നക്ഷത്രങ്ങളാൽ തിളങ്ങുന്ന സമുദ്രം, ആകാശം പോലെ സമുദ്രം പോലും തോന്നി എന്ന് പറയുന്നത്. അങ്ങനെ ഹനുമാൻ പക്ഷങ്ങൾ ഉള്ള ഒരു പർവ്വതത്തെ പോലെ ആകാശത്തിലൂടെ പറക്കുമ്പോൾ ഹനുമാന്റെ നിഴൽ തന്നെ ആ സമുദ്രത്തിലെ ഒരു വലിയ ഭീമാകാരമായ ജീവിയെ പോലെ കാണപ്പെട്ടു എന്ന് പറയുന്നത്. തന്നെയല്ല, ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് അമൃത് മോഷ്ടിച്ചു വരുന്ന ആ ഗരുഡനെ പോലെ കാണപ്പെട്ടു. നോക്ക്, ഗരുഡൻ ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് അമൃത് മോഷ്ടിച്ചു വരുമ്പോൾ ഇന്ദ്രൻ തന്റെ വജ്രായുധം എറിഞ്ഞപ്പോൾ ഒരു തൂവല് മാത്രം പോയി എന്നാണ് പറയുന്നത്. അതും ഇന്ദ്രന് കൊടുത്തു ഗരുഡൻ. ഇതാ ഇന്ദ്ര, നിന്റെ പരാജയത്തിന്റെ ആ കിരീടത്തിലേക്കൊരു തൂവലിന് പറഞ്ഞ് കാണാം, എഴുതിയിട്ടില്ല അങ്ങനെ. അപ്പോൾ അമൃത് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഗരുഡനെ പോലെ, ആകാശത്തിലൂടെ പറന്നു പോകുന്ന മറ്റൊരു സൂര്യനെ പോലെ, കാരണം സൂര്യകിരണങ്ങളെല്ലാം ഹനുമാന്റെ മേത്ത് വീണപ്പോഴും മനോഹരമായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ മനോഹരമായ മറ്റൊരു സൂര്യനെ പോലെ ഭഗവാന്റെ ദിവ്യ ചക്രം പോലെ തിളങ്ങിക്കൊണ്ട് ഇതാ മാരുതി കടന്നു പോകുമ്പോൾ
എല്ലാവർക്കും അറിയാവുന്ന 3-4 വിഘ്നങ്ങൾ സംഭവിക്കുന്നു. ആദ്യം വന്നത് സുരസ എന്ന നാഗജനനിയായിരുന്നു. അതും ദേവന്മാർ പറഞ്ഞുവിട്ടതാണ്. ഒന്ന്, ഹനുമാന്റെ ഗതിവേഗങ്ങളെ, നിശ്ചയദാർഢ്യത്തെ, ഹനുമാന്റെ ശക്തിയെ, ബുദ്ധിയെ ഒന്ന് പരീക്ഷിച്ചിട്ട് വരൂ അമ്മേ. ദേവി നാഗജനനി എന്ന സുരസ ഉടനെ തന്നെ പുറപ്പെട്ടു. ഭീമാകാരമായ വായും പിളർന്നുകൊണ്ട് ഹനുമാനോട് പറഞ്ഞു, പശ്യസഖേ, എന്നെ കണ്ടില്ലേ നീ? എൻ്റെ ഇതുവഴി പോകുന്നവരെ ഭക്ഷിക്കാൻ എനിക്ക് അനുവാദമുണ്ട്. അതുകൊണ്ട് നീ എൻ്റെ വായിലേക്ക് പ്രവേശിക്കണം. ഹനുമാൻ വിനയത്തോടെ പറഞ്ഞു, അമ്മേ, ഞാൻ പോയിട്ട് വരാം, രാമകാര്യത്തിന് പോകുന്നു. രാമകാര്യത്തിന് ഇളക്കം വരരുത്. അതുകൊണ്ട് എന്നെ ഇപ്പോൾ പോകാൻ അനുവദിക്കണം. ഞാൻ തിരിച്ചു വരാം. പക്ഷേ സുരസ പരീക്ഷിക്കുവാനായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞു, ഒന്നുകിൽ എൻ്റെ വായിലേക്ക് കയറുക, അല്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ചു വായിലേക്കാക്കും. ഏതായാലും ഹനുമാൻ പറഞ്ഞു, അമ്മയുടെ ആഗ്രഹം. ഹനുമാൻ വീണ്ടും വലുതാവുന്നു, വായ വീണ്ടും വലുതാവുന്നു. അതേ നിമിഷം തന്നെ ഒരു ചെറുവിരലോളം വലുപ്പത്തിൽ ചുരുങ്ങിയ ഹനുമാൻ ആ സുരസയുടെ വായിൽ പ്രവേശിച്ച് പുറത്തേക്ക് വരുന്നു. എങ്ങനെയാണ് ഹനുമാൻ ഇതൊക്കെ പറ്റുന്നത്? ഹനുമാൻ നേരത്തെ പറഞ്ഞ പോലെ വെറും വാനരനല്ല, അഷ്ടസിദ്ധികളുള്ള അണിമ, ഗനിമ, ലഹിമ, മഹിമ ഇത്യാദി ഈശത്വം, വശത്വം, അഷ്ടസിദ്ധികളുള്ള മഹായോഗീശ്വരനാണ് ഹനുമാൻ. ഇവൻ സാധാരണ വാനരനോ സാധാരണ മനുഷ്യനോ അല്ല. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, ഐശ്വസഖേ വടു രൂപിണം ലക്ഷ്മണ. ആ ഹനുമാൻ വീണ്ടും അതേ സുരസ തന്നെ പറയുന്നു, നിനക്ക് വിജയം സംഭവിക്കട്ടെ. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ മൈനാകം ഉയർന്നു വരുന്നു. മൈനാകത്തോടും പറയുന്നു, സമയമില്ല അല്ലേ, ദാഹവും പീഡയും തീർത്തിട്ട് പോകൂ എന്ന് പറയുന്ന മൈനാകത്തോട് പറയുന്നു, ഇല്ല, ഞാൻ രാമകാര്യത്തിനാണ് പോകുന്നത്. അതിന് അലമലമരുത്, ഇത് അനുചിതമായി പോവും. ഞാൻ വരാം. അദ്ദേഹത്തെ തഴുകി, ഞാൻ അങ്ങയുടെ ആതിഥ്യം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി പോകുന്നു. മൂന്നാമത് നിഴലത് പിടിച്ചു നിർത്തി കൊല്ലുന്ന അല്ലേ, രാമായണം വായിക്കുന്നവരാണ് നിങ്ങളല്ല, അതുകൊണ്ട് എന്നെ മനസ്സിലാകും. നിഴലത് പിടിച്ചു നിർത്തി കൊന്നു തിന്നുന്ന നീചയാം സിംഹകിയെ കൊന്നു എന്ന് പറയുന്നുണ്ട് രാമായണത്തില്. എന്താണ്? ആകാശത്തിലൂടെ പറന്നു പോകുന്ന ആ പക്ഷികളെല്ലാം നിഴല് സമുദ്രത്തിൽ പതിയുമ്പോൾ അതിനെ പിടിച്ചു നിർത്തി ആ ജീവിയെ കൊന്നു തിന്നുന്ന സിംഹിക, അതിനെയും ഹനുമാൻ കൊല്ലുന്നു. ഹനുമാൻ ഓർത്തു, യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ജാമ്പവൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു സത്വമുണ്ടാകും, ഒരു രാക്ഷസി ഉണ്ടാകും ഹനുമാനെ, അതുകൊണ്ട് സൂക്ഷിച്ചു പോകണം. ഹനുമാൻ പക്ഷേ പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല. തൻ്റെ കൂടെ മാരുതിയും ശ്രീരാമൻ്റെ കവചവും ഉള്ളതുകൊണ്ട് എന്തിനെ ഭയപ്പെടാനാണ്? ശ്രീരാമ മന്ത്രം കവചമായിട്ട്, ശ്രീരാമൻ്റെ അങ്കുലീയം കവചമായിട്ട് ശ്രീരാമൻ ഹൃദയത്തിൽ ഉള്ളപ്പോൾ ഏത് ഭക്തനാണ് പിന്നെ ഭയപ്പെടേണ്ടത്? അങ്ങനെ ലങ്കയിലെത്തിയ ആ ഹനുമാനെ ലങ്കാലക്ഷ്മിയും തടയുന്നു അല്ലേ? നമ്മൾ കാണാം, എടാ മർക്കട, അനേകം മർക്കട, ദുഷ്ട, അധമ, വാനര, നീ ചോരനെ പോലെ ഇവിടെ കടന്നു വന്നു. അപ്പോഴും ഹനുമാൻ എന്താ പറയുന്നത്? അല്ലയോ മംഗളരൂപിണി, ഞാൻ ലങ്ക കണ്ടിട്ട് പോയിക്കോളാം. സാധ്യമല്ല, ഒരു ഈച്ച പോലും എൻ്റെ അനുവാദമില്ലാതെ ഇവിടെ കടക്കുവാൻ സാധ്യമല്ല. അങ്ങനെ ഭീമാകാരയായ ആ രാക്ഷസിയുടെ മുമ്പിൽ പർവ്വതാകാരനായിട്ട് നിൽക്കുന്ന ഹനുമാനെ നമുക്ക് കാണിച്ചു തരുന്നു. എല്ലാ പ്രതിബന്ധങ്ങളെയും മുമ്പിൽ നമ്മൾ വളർന്നാൽ തീരാവുന്നതേ ഉള്ളൂ പ്രതിബന്ധങ്ങളെന്ന് രാമായണം നമുക്ക് കാണിച്ചു തരുന്നു. അവിടെ ഒരടി അങ്ങോട്ട് കൊടുത്തു, ഹനുമാൻ കൊടുത്തു, തിരിച്ച് കടം വയ്ക്കുന്ന ശീലം ഹനുമാനില്ല. തിരിച്ചൊന്ന് കൊടുത്തപ്പോൾ മനസ്സിലായി, ഇവൻ നിസ്സാരക്കാരനല്ല, തന്നെയല്ല, ഇവനെൻ്റെ രക്ഷകനാണ്. പണ്ട് ബ്രഹ്മാവിൻ്റെ ലോകത്ത് നിന്ന് ശാപം കിട്ടി ഈ ലങ്കേശന്റെ പണിയാളായിട്ട് വന്നപ്പോൾ തന്നെ ശാപമോഷം കിട്ടിയിരുന്നു. അങ്ങ് ത്രേതായുഗത്തിൽ നിനക്ക് രാമദൂതന്റെ ഒരു അടിയേറ്റു വാങ്ങുമ്പോൾ നിനക്ക് മോക്ഷം ഉണ്ടാവും. ഹനുമാനെ നന്ദി, അങ്ങയുടെ കർമ്മങ്ങളിൽ വിജയമുണ്ടാകട്ടെ. ഇതാ ഞാൻ പറഞ്ഞു തരാം, സീതാദേവി ശംശിപാവൃക്ഷച്ചോട്ടിലിരിപ്പുണ്ട്, അങ്ങ് പോയി ദേവിയെ കണ്ടോളൂ, അങ്ങയ്ക്ക് വിജയമുണ്ടാകട്ടെ. നോക്കൂ, ശത്രുവിനെ പോലും മിത്രമാക്കി മാറ്റുന്ന ഹനുമാൻ മാജിക്, അതാണ് രാമായണം കാണിച്ചു തരുന്നത്. ഒന്ന് മനസ്സിലാക്കണം, കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കഥയാണ്. നമ്മളുടെ പ്രതിബന്ധങ്ങളെല്ലാം
നമ്മുടെ ശത്രുവാണെന്ന് വിചാരിക്കരുത്. ഇന്നങ്ങനെയാണ്. ഒരു ചെറിയ പ്രതിബന്ധത്തെ പോലും നേരിടാനാവാതെ കീഴടങ്ങുന്നവരെ പോലും നമുക്ക് കാണാം. നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? ഒരാൾ വഴക്ക് പറഞ്ഞു, മാർക്ക് പറഞ്ഞു പോയി, A+കളില്ല, വിചാരിച്ച ജോലി കിട്ടിയില്ല, ജോലിയിൽ നിന്ന് സാക്ക് ചെയ്തു, അല്ലെങ്കിൽ സാക്ക് ചെയ്യും, പിരിച്ചുവിടുന്നുള്ള തോന്നലുണ്ടായി. കീഴടങ്ങുന്ന ലോകമാണെന്ന് അർജുനനെ പോലെ വിഷാദഗ്രസ്തനായിട്ട് തലകുമ്പിട്ടിരുന്ന സവ്യസാചിയായ, എത്രയോ യുദ്ധങ്ങൾ ഏകനായി ജനിച്ച ആ സവ്യസാചി ഒരു നിമിഷത്തെ ദുർബലതയുടെ പേരിൽ തലകുമ്പിട്ടിരിക്കുമ്പോൾ ഭഗവാനാണ് ഗീത പറഞ്ഞ് അവനെ ഉയർത്തിയത്. എന്തേ ഇന്ന് ഗീതയൊന്നും പഠിപ്പിക്കുന്നില്ല? ഇന്ന് കാർത്തികേയൻ സാർ പറഞ്ഞു ഗീത, ഇന്നൊന്നും ഗീത ക്ലാസ്സിലൊന്നും ആരുമില്ല, ഗീത പഠിപ്പിക്കാൻ പറഞ്ഞാലും ആർക്കും താല്പര്യമൊന്നുമില്ല അല്ലേ? എന്നിട്ടോ അത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം വാനരരിൽ നിന്നും ദേവനിലേക്ക് ഉയർന്ന ഹനുമാന്റെ, അങ്ങനെ ലങ്കാലക്ഷ്മിക്ക് മോക്ഷം കൊടുത്ത് ഹനുമാൻ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തിരിച്ചു വരുന്നു. വീണ്ടും നമുക്ക് ഹനുമാനെ അത്ഭുതകരമായ കാര്യങ്ങൾ യുദ്ധകാണ്ഡത്തിൽ കാണാം. വൃഷഭാദ്രി എല്ലാം എടുത്തുകൊണ്ടുവരുന്നത്. നമുക്ക് പരിമിതമായ സമയമുള്ളത് കൊണ്ട് നമുക്കിന്ന് ഹനുമാനെയാണ് അനുസ്മരിക്കേണ്ടത്. അങ്ങനെ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തു വരുന്ന ഈ ഹനുമാന്റെ മഹത്വം എത്രയോ പാടിപ്പുകഴ്ത്തിയിരിക്കുന്ന രാമായണത്തിൽ തന്നെ ഹനുമാനെ അല്ലേ, ആ അത്ഭുതകരമായ പ്രവൃത്തികളെ യുദ്ധ മേഖലകളിലെല്ലാം യുദ്ധം വരുമ്പോൾ തന്നെ രാമദൂതന്റെ പരാക്രമങ്ങളൊക്കെ കണ്ടു തന്നെയായിരുന്നു. പലപ്പോഴും യുദ്ധത്തിന് ഏറ്റവും അമൂല്യമായ, യുദ്ധത്തിൽ അമൂല്യമായ സംഭാവനകൾ നൽകിയത് തന്നെ ഈ മാരുതിയായിരുന്നു എന്ന് നമുക്ക് കാണാം. ഒരിക്കൽ രാവണന്റെ ശരമേറ്റ് വീണ ലക്ഷ്മണനെ ആ ശൈലമിളക്കിയ രാവണനൊന്ന് അനക്കാൻ പോലും പറ്റാതിരുന്നപ്പോൾ ഒരു പുഷ്പം എടുത്തു കൊണ്ടുപോകുന്ന പോലെ തൻ്റെ കുടീരത്തിലേക്ക് കൊണ്ടുപോയ ആ ഹനുമാന്റെ അത്ഭുത വിക്രമങ്ങളൊക്കെ പറഞ്ഞാലും തീരില്ല. എന്താണ് നമുക്ക് ഹനുമാനിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ഒന്ന് നമ്മൾ പറഞ്ഞു, പ്രതിബന്ധങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പ്രതിബന്ധങ്ങളെക്കാൾ വലിയവനാകാന്ന് പറഞ്ഞ ശരീരം കൊണ്ടല്ല അല്ലേ, മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട്, ചങ്കൂറ്റം കൊണ്ട്, ആത്മവിശ്വാസം കൊണ്ട് വലിയനാകുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പ്രതിബന്ധങ്ങളെല്ലാം നമ്മളെ വളർത്തുവാനുള്ളതായിരുന്നു, നമ്മളുടെ ആത്മവിശ്വാസത്തെ വളർത്തുവാൻ, നമ്മളുടെ ശക്തി വളർത്തുവാൻ വേണ്ടിയുള്ളതായിരുന്നു. എല്ലാ പ്രതിബന്ധങ്ങളും നമ്മളെ തകർക്കുവാനുള്ളതല്ല. ഇതാരാണ്? നമ്മളാണോ അറിയേണ്ടത്? ഇതൊക്കെ നമ്മുടെ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കഥകളാണ് ഇതൊക്കെ അല്ലേ? എന്നാലോചിച്ച് നോക്കൂ, ഹനുമാൻ എത്രയെത്ര, രാമൻ അവസാനം പറയുന്നതാണ്, അല്ലയോ ഹനുമാനെ, നീ ചെയ്ത കാര്യങ്ങള് ദേവന്മാർക്ക് പോലും കഴിയാത്ത, ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളായിരുന്നു. ഹനുമാന്റെ മഹത്വം, ഹനുമാന്റെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഹനുമാനെ നമ്മൾ വിലയിരുത്തുമ്പോൾ, ഒന്ന് ഹനുമാന്റെ ശക്തിയാണ് നമ്മൾ കണ്ടു, ശക്തി. രണ്ട്, ഹനുമാന്റെ വിനയം, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ലക്ഷ്മണനോടും വിഭീഷണനോടും തഥാ സുഗ്രീവനാദിയാം വാനരന്മാരോടൊപ്പം ശ്രീരാമചന്ദ്രൻ ആ രക്ഷോവരനായ ദശാസിനെ കൊന്നു. ഇതാ ദേവിയെ കൂട്ടിക്കൊണ്ടുവരാൻ, കാണുവാൻ വേണ്ടിയാണ് എന്നെ അറിയിച്ചത്. യുദ്ധം ജയിച്ചു കഴിഞ്ഞ് ഹനുമാനെ വിട്ടപ്പോഴും ഹനുമാൻ എന്താ പറഞ്ഞ്? ലക്ഷ്മണൻ, വിഭീഷണൻ, സുഗ്രീവൻ, പിന്നെ ശ്രീരാമൻ, ഇവരാണ് യുദ്ധം ജയിച്ചത് അല്ലേ? ഒന്നും ചെയ്യാതെ എല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കുന്നവർ ലോകത്തില്, എല്ലാം ചെയ്തിട്ടും ഞാൻ ഒന്നും ചെയ്തില്ല, കാരണം ഞാൻ ചെയ്തത് സ്വാമി സേവയായിരുന്നു. സ്വാമിക്ക് വേണ്ടി സേവ ചെയ്യുമ്പോൾ പിന്നെ അതിനെന്തെങ്കിലും ആണെന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? ഞാൻ ചെയ്തത് സ്വാമി സേവയായിരുന്നു, ഞാൻ ചെയ്തത് രാമസേവയായിരുന്നു. അതുകൊണ്ട് ഈ യുദ്ധം ജയിച്ചത് ലക്ഷ്മണനും സുഗ്രീവനും വിഭീഷണനും, രാക്ഷസ രാജാവായ വിഭീഷണനും, പിന്നെ മാനുഷ്യനല്ല രാമൻ, ആ ദേവാദിദേവനും കൂടിയായിരുന്നു. ഹനുമാന്റെ വിനയം അത് നമുക്ക് മറ്റൊരിടത്തും കാണാൻ പറ്റില്ല. പിന്നെയോ ഹനുമാന്റെ ഭക്തിയെക്കുറിച്ച് എന്ത് പറയാനാണ്? ഹനുമാന്റെ നവധാഭക്തിയിലൂടെ അല്ലേ, 7 തരങ്ങളിലുള്ള ശ്രവണം, കീർത്തനം, വിഷ്ണു, അങ്ങനെയല്ലേ നവധാഭക്തി പോകുന്ന. അതില് അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, തന്നെ സമർപ്പിക്കുന്ന ഭക്തിയിലേക്ക് ഹനുമാനെ നമുക്ക് എപ്പോഴും കാണാം. അർച്ചനം, വന്ദനം, ദാസ്യം ഒന്നും ഹനുമാനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല.
സഖ്യം, ശ്രീരാമചന്ദ്രനുമായിട്ടുള്ള സഖ്യം എന്ന് പറഞ്ഞാൽ തൻ്റെ ആത്മാവ് തന്നെയായിട്ട് രാമനെ സ്വീകരിച്ചു. പിന്നെ ദാസ്യം, ഞാൻ രാമദാസനാണ്. ഓരോ സ്ഥലത്തും രാമൻ നേരത്തെ പറഞ്ഞ 3 തടസ്സുകൾ, വിഘ്നങ്ങൾ വരുമ്പോൾ പറയും. സീതാദേവി ആദ്യമായിട്ട് കാണും പറയും, ദാസോഹം, ഞാൻ ദാസനാണ്, രാമദാസൻ, ഞാൻ ദശരഥപുത്രന്റെ ദാസൻ. അതിൽ അഭിമാനിക്കുന്നവൻ അല്ലേ? ആ ഹനുമാനെ, നവതാഭക്തിയുടെ ഏറ്റവും ഉന്നതമായ തലത്തിൽ രാമനെ പൂജിക്കുന്ന ഹനുമാനെ നമുക്ക് കാണാൻ പറ്റും. യുദ്ധം കഴിഞ്ഞ് അവസാനം ശ്രീരാമചന്ദ്രൻ പറയുന്നുണ്ട്, അല്ലയോ ഹനുമാനെ, നിനക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിനക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ തന്നാൽ പോലും അത് മതിയാകില്ല. ഹനുമാൻ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, അങ്ങെന്തിനാ എനിക്ക് അങ്ങേ തന്നത്? ഞാൻ പണ്ടേ അങ്ങേ സ്വീകരിച്ചതാണല്ലോ. എൻ്റെ ഹൃദയ കോവിലില് അങ്ങേ ഞാൻ എന്നേ ഇരുത്തി പൂജിക്കുന്നു, പിന്നെന്തിനാ അങ്ങേ എനിക്ക് തരുന്നത്? പക്ഷെ ഹനുമാൻ പറഞ്ഞ മറ്റൊന്നാണ്, അല്ലയോ സ്വാമി, ഈ ഭൂമിയിൽ രാമനാമങ്ങൾ, രാമചരിതങ്ങൾ ഉള്ളിടത്തോളം കാലം ഞാൻ ജീവിച്ചിരിക്കണം. കാരണം എന്തിനാണെന്നറിയാമോ? വേറൊന്നിനുമല്ല, എനിക്ക് അങ്ങയുടെ നാമങ്ങൾ ചൊല്ലണം. എനിക്ക് അങ്ങയുടെ നാമങ്ങൾ ചൊല്ലി മതിയായിട്ടില്ല അല്ലേ? കുചേലൻ പറഞ്ഞ പോലെ, അല്ലയോ കൃഷ്ണ, എനിക്കിപ്പോ വിശപ്പ് മാറുന്നില്ല. കാരണം ആ മാറില്ലേ എന്നാണ് എൻ്റെ ആഗ്രഹം. എത്ര സൗഭാഗ്യം നിന്നാലും, നീ എത്രയൊക്കെ സൗഭാഗ്യം നിന്നാലും എൻ്റെ വിശപ്പ് മാറില്ല കൃഷ്ണ. കാരണം എൻ്റെ വിശപ്പ് നിനക്ക് വേണ്ടിയാണ്. നിന്നോടുള്ള ഭക്തി എൻ്റെ വിശപ്പായിട്ട് മാറുമ്പോൾ ആ വിശപ്പിനെ മാറ്റാൻ ആർക്കെങ്കിലും പറ്റുമോ? അതാണ് ഭക്തി, അതാണ് ഏറ്റവും ഉന്നതമായ ഭക്തി. ആ ഹനുമാൻ പറഞ്ഞു, അല്ലയോ രാമചന്ദ്ര, എനിക്കൊന്നും വേണ്ട. എനിക്ക് വേണ്ടത് ഭൂമി അവസാനിക്കുന്നിടത്തോളം കാലം, അഥവാ ഭൂമിയിൽ, കാരണം ഹനുമാൻ സ്വയം തന്നെ ഒരു ചിരഞ്ജീവിയാണ് ഇല്ല, സ്വച്ഛന്ത മൃത്യുവാണെന്ന് വാൽമീകി രാമായണത്തിൽ പറയുന്നു. നമ്മൾ കേട്ടിട്ടുള്ളത് ചിരഞ്ജീവിയാണ്. അതുകൊണ്ട് എനിക്ക് രാമനാമങ്ങളുള്ളിടത്തോളം കാലം ജീവിച്ചാൽ മതി. ഇത്രയും ഉന്നതമായ ഭക്തിയാണെന്ന് നോക്കൂ. ഈ ഹനുമാനെ തൻ്റെ യാത്രയിലൂടെ, തൻ്റെ നേരത്തെ പറഞ്ഞ ഹനുമായനത്തിലൂടെ, ഹനുമാൻ ശ്രീരാമന്റെ ഹൃദയത്തിൽ മാത്രമല്ല ജനകോടികളുടെ ഹൃദയത്തിലേക്ക് ഹനുമാൻ കടന്നു വന്നു. ജനകോടികളുടെ ഹൃദയത്തിൽ നിന്ന് കോടാനുകോടി ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളിലേക്ക് ദൈവമായിട്ട്, വാനരരിൽ നിന്ന് ദേവനല്ല, ദേവാദിദേവൻ തന്നെയായിട്ട്, ഈശ്വരനായിട്ട് മാറുന്ന കഥ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഹനുമാന് വേണ്ടി എത്രയോ കീർത്തനങ്ങൾ, എത്രയെത്ര അല്ലേ, രഘുനാഥ കീർത്തനം, എവിടെയൊക്കെ രഘുനാഥ കീർത്തനങ്ങളുണ്ടോ അവിടെയെല്ലാം ആ കൂപ്പുകൈകളോടെ കണ്ണീരുമണിഞ്ഞ് നിൽക്കുന്ന ഹനുമാനെക്കുറിച്ചുള്ള കീർത്തനങ്ങളുണ്ടായി. മനോജവും മാരുത തുല്യവേഗം, എത്രയോ കീർത്തനങ്ങൾ. ഹനുമാൻ ചാലീസ, നോർത്ത് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ആളുകൾ നിത്യേന ഹനുമാൻ ചാലീസ ചൊല്ലുന്നു. എത്രയോ യൂട്യൂബൊക്കെ എടുത്തു നോക്കിയാൽ കാണാം, മുഴുവൻ ഹനുമാൻ ചാലീസ അടിച്ചാൽ 100 കണക്കിന് ആൾക്കാർ അതെല്ലാം റെക്കോർഡ് ചെയ്തിടുന്നു. അങ്ങനെ വാനരിൽ നിന്നും ദേവനല്ല, ദേവാദിദേവനായി മാറിയ ഹനുമാനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ രാമായണം നൽകുന്ന മൂല്യങ്ങൾ അനവധിയാണ്. എന്താണ് മൂല്യം? ഒരു തലമുറ അതിൻ്റെ അടുത്ത തലമുറയിലേക്ക് കൈമാറേണ്ട വസ്തുവാണ് മൂല്യങ്ങൾ അല്ലേ? ധർമ്മബോധം, നീതിബോധം, സത്യം, അച്ഛനെ പോലെ അല്ലേ, അച്ഛനോടുള്ള ബഹുമാനം, സഹോദരങ്ങളോടുള്ള സ്നേഹം, പിന്നെ ധർമ്മം തന്നെ. പുരുഷോത്തമനായ വിഗ്രഹമായ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് രാമായണത്തിൽ പറയുന്നത്. രാമൻ തന്നെ വിഗ്രഹമായിട്ടിറങ്ങിയപ്പോൾ ഭട്ടതിരിപ്പാടിന്റെ ഭാഷയിൽ പറഞ്ഞില്ലേ, ആ ഭക്തി തന്നെ, അവബോധം തന്നെ കട്ടപിടിച്ച് വിഗ്രഹമായി മാറിയ ഗുരുവായൂരപ്പനെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് ഭട്ടതിരിപ്പാട്. അതുപോലെ തൻ്റെ ഭക്തി തന്നെ കട്ടപിടിച്ച് മൂല്യമായിട്ട് മാറി. അപ്പോൾ എന്തിനാണോ നമ്മൾ വരും തലമുറയിലേക്ക് കൈമാറേണ്ടത്, ആ ധർമ്മബോധത്തിന്, ആ സത്യബോധത്തിനെല്ലാം മൂല്യം എന്ന് പറയുന്നു. രാമായണത്തിൽ നമുക്ക് കാണാൻ പറ്റും വളരെ ഉന്നതമായ തലത്തിലുള്ള മൂല്യബോധങ്ങൾ. ധർമ്മബോധം അല്ലേ, ധർമ്മോ രക്ഷിത എന്നാണ് പുരാണങ്ങളെല്ലാം പറയുന്നത്. ധർമ്മത്തെ ആര് രക്ഷിക്കുന്നു, അവനെ ധർമ്മം രക്ഷിക്കുന്നു. അപ്പോൾ ഓരോരുത്തരും, നമ്മളെല്ലാവരും ധർമ്മത്തെ രക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം മറ്റൊരാൾക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി. കാരണം നമ്മൾ ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം നമ്മളെ രക്ഷിക്കുമെന്നാണ് മഹാഭാരതവും രാമായണവും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്.
നമുക്കേതായാലും പറഞ്ഞാൽ തീരാ. ഇനി ഹനുമാൻ ക്ഷേത്രങ്ങളെക്കുറിച്ച് കുറച്ചെങ്കിലും നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ തന്നെ ആലിയത്തൂർ. ആ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ചൊരു കഥ പറയാനുണ്ട്. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിട്ടിരിക്കുമ്പോൾ കുട്ടികളൊക്കെ പേടിച്ച് കരയും. ഇപ്പം നമ്മളോടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു മന്ത്രം, കിടക്കാൻ നേരത്തെ ഒരു മന്ത്രം ചെല്ലണം. ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ട് കാണും അല്ലേ? ആലിയത്തൂർ ഹനുമാനെ പേടി സ്വപ്നം കാണിക്കല്ലേ, പേടി സ്വപ്നം കാണിച്ചാൽ വാലുകുത്തി ഉണർത്തണേ. കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ ഒരു കീർത്തനം? ഉണ്ടല്ലോ. അപ്പോൾ ഹനുമാൻ പണ്ട് തൊട്ട് കുട്ടികളായിട്ടിരിക്കുമ്പോൾ തന്നെ കഥകൾ പറഞ്ഞ് ഇന്ന് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ അറിവുള്ളവരുണ്ടോ കുട്ടികൾക്ക്? ഞാൻ മിനിയാന്ന് ഒരു യോഗക്ഷേമ സഭയുടെ രാമായണ കുടുംബ സംഗമത്തിൽ പോയി. അത്ഭുതപ്പെടുത്തി. അവിടെ 3 വയസ്സ് തൊട്ടുള്ള വന്നവരെല്ലാവരും ആ വീട്ടിലും പരിസരത്തല്ല, ഈ സംഘാടകർ കൊണ്ടുവന്ന എല്ലാവരും 20-22 പേര് എല്ലാവരും രാമായണം വായിക്കുന്നു. 3 വയസ്സുള്ള കുട്ടിയോട് പോലും ഒരു വാക്കെങ്കിലും രാമ എന്നൊരു വാക്കെങ്കിലും അതിൽ നോക്കി വായിക്കാൻ പറയുന്നു. നോക്കൂ, നമ്മളുടെ കുട്ടികൾക്ക് ഇതിൽ പരം എന്താ കൊടുക്കാനുള്ളത്? രാമായണത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, രാമായണം അവർക്ക് കിട്ടണമെങ്കിൽ, രാമായണ മൂല്യങ്ങൾ അവർക്ക് വേണമെങ്കിൽ, രാമായണത്തിലെ ഹനുമാനെ പോലെ എല്ലാ പ്രതിബന്ധങ്ങളും, ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രതിബന്ധങ്ങളും അവർക്ക് തരണം ചെയ്യേണ്ടതുണ്ടെങ്കിൽ, ചെയ്യാൻ പ്രാപ്തരാക്കേണ്ടതുണ്ടെങ്കിൽ അവരെ രാമായണം ഇപ്പോഴേ പഠിപ്പിക്കണം. അതൊരു ഉത്തരവാദിത്തമായിട്ട് നമുക്ക് ഏറ്റെടുക്കണം അല്ലേ? ഭാഗവത്തിൽ പറയുന്നുണ്ട്, ഈശ്വരനെ കാണിച്ചു കൊടുക്കാത്ത, ഗുരുവിനെ കാണിച്ചു കൊടുക്കാത്ത ആ ഗുരുവോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ എന്ന് വിളിക്കാൻ പോലും യോഗ്യനല്ല. ഋഷഭാവതാരത്തിലാണത് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഉത്തരവാദിത്വമൊന്നുമല്ല, കടമയോ ഒന്നുമല്ല, നമ്മളുടെ ആവശ്യമായിട്ട് മാറുന്നു. ആലിയത്തൂർ മരുത്തൂർ ഹനുമാൻ ക്ഷേത്രം തിരുവനന്തപുരത്ത്, ആലുവ ദത്താത്രേയ ക്ഷേത്രം കവിയൂരുണ്ട്, പിന്നെ ഹംപി, നാമക്കൽ, ചിത്രകൂട്, ലോകത്തിൻ്റെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് എത്രയോ ക്ഷേത്രങ്ങൾ നമുക്ക് കാണാം. പക്ഷേ നമുക്ക് ആവാഹിച്ചെടുക്കേണ്ടത് രാമനോടൊപ്പമുള്ള ഹനുമാനാണ്. രാമായണവും ഹനുമായനവുമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് രാമനിലേക്കുള്ള, നേരത്തെ പറഞ്ഞു രാമന്റെ യാത്രയാണ് രാമായണം അല്ലേ? പക്ഷെ നമുക്ക് വേണ്ടത് രാമനിലേക്കുള്ള യാത്രയാണ്. രാമനിലേക്കുള്ള യാത്ര ആത്മായനം പൂർത്തിയാകുമ്പോഴേ നമ്മളുടെ രാമായണ വായന പൂർത്തിയാകുന്നുള്ളൂ. ഈ വേദി എനിക്ക് ഒരുക്കി തന്ന ക്ഷേത്ര ഭാരവാഹികളോടും വിശിഷ്യ കാർത്തികേയൻ സാറിനോടും ഇത്ര നേരം എന്നെ ശ്രവിച്ച എൻ്റെ പ്രിയപ്പെട്ട സജ്ജനങ്ങളോടും നന്ദി പറയുന്നു. നന്ദി. നമുക്ക് മറ്റൊരവസരത്തിൽ കാണാം. ഭക്തജനങ്ങളെ, വാനരിൽ നിന്ന് ദേവനിലേക്ക് രാമായണത്തിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ ശ്രീ കൃഷ്ണകുമാർ നമ്മൾക്ക് പറഞ്ഞു തന്ന പാഠങ്ങളെന്ന് പറയുന്നത് ഹനുമാനെ പോലെ ഭവ്യതയും വിനയവും, ഹനുമാനെ പോലെ എന്തിനേയും നേരിടാനുള്ള ശക്തിയും, ഹനുമാനെ പോലെ എല്ലാ പ്രതിബന്ധങ്ങളെയും നേരിടാനുള്ള കരുത്തും, ഇതെല്ലാം നമ്മളിലും ഉണ്ടാവേണ്ടതാണ്. നമ്മളിൽ അതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി, SNPCക്കും SNDPക്കും വേണ്ടി ഞാൻ ശ്രീ കൃഷ്ണകുമാറിന് കൃതജ്ഞത അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഔഷധക്കഞ്ഞി തയ്യാറാണ്. എല്ലാവരും ഔഷധക്കഞ്ഞി ആസ്വദിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നാളത്തെ പരിപാടി ശ്രീ ലാലൻ മാസ്റ്റർ അവർ നടത്തുന്നതാണ്. ലാലൻ മാസ്റ്റർ രാമായണത്തിന്റെ മഹത്വത്തെപ്പറ്റി നാളെ സംസാരിക്കുന്നതായിരിക്കും. ഇതുപോലെ 7 മണിക്ക് നാളെയും നമ്മളുടെ
രാമായണ ജ്ഞാനേശം പരിപാടി ഉണ്ടായി. നന്ദി.